നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലെ UDF-ന്റെ ലീഡ് എത്ര കടന്നിട്ടുണ്ടാവും എന്നാണ് നമുക്ക് ഉറ്റുനോക്കേണ്ടത്. ഗ്രാമപഞ്ചായത്ത് LDF-ന്റെ കയ്യിലിരിക്കേണ്ടതല്ലേ? പക്ഷെ ഇപ്പൊ അതങ്ങനെയല്ല. 400 കടന്നിരിക്കുന്നു. 393 ടാലി അപ്ഡേറ്റ് ചെയ്യാനുള്ള പഞ്ചായത്തുകൾ 400 കടന്നിരിക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം അമർന്നാഞ്ഞ് കിടക്കുന്നു. ശബരിമല മാത്രമല്ല നിഷാദ്, ഇത് ശബരിമല മാത്രമല്ല. ഇത് ശബരിമല മാത്രമല്ല. അതിനപ്പുറം 9.5 വർഷക്കാലത്തെ സർക്കാരിന്റെ ഭരണം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കം ഉയർന്നു വന്നിരിക്കുന്ന ഈ അഴിമതി ആരോപണം കേരളത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. ശരിയാണ്, കോടതിയിൽ പോയി അവ തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. എങ്കിൽ കൂടി ആ ഉയർന്നു നിൽക്കുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ജനമിത മറുപടി പറയുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. 1.25 കോടി രൂപ പിണറായി വിജയന്റെ മകൾ എന്ത് ചെയ്തു കൊടുത്തിട്ടാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എന്ന ചോദ്യത്തിന് ഇന്നും കേരളത്തിൽ ഉത്തരമില്ല. ജനം അവ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പ്രതിഷേധിക്കുന്നവരെ, കരിങ്കൊടി കാണിക്കുന്നവരെ ഓടിച്ചിട്ട് ഹെൽമറ്റിന് അടിക്കുന്ന പരിപാടി രക്ഷാപ്രവർത്തനമാണെന്ന്, മാതൃകാ പ്രവർത്തനമാണെന്ന് വീമ്പ് പറഞ്ഞവരെ ജനം മറന്നുപോയിട്ടില്ല. അയ്യപ്പ സംഗമം എന്ന പേരിൽ ക്ഷണിക്കപ്പെട്ട പൗരപ്രമുഖരെ വിളിച്ച് ഒരു യോഗം നടത്തി അതിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുവന്നിരുത്തിയാൽ ജനം അങ്ങ് മതിമയങ്ങുമെന്ന് ഭരണവർഗം കരുതിയോ? ഇല്ല എന്നല്ല. അതാണ് ജനം മറന്നുപോകാത്ത ഒരുപാട് സംഗതികൾ. പോലീസ് നടത്തുന്ന അതിക്രിയകൾ, അല്ലെങ്കിൽ മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കൽ, അൻവറിനെ അധിക്ഷേപിച്ച് ആട്ടിയിറക്കി വിട്ടാൽ അൻവർ കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളാകമാനം ഇല്ലാതായി പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ജനമൊന്നും മറന്നുപോയിട്ടില്ല എന്നത് ഓർക്കണം. അതുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പല സൂചനകളുമുണ്ട് സർക്കാരിന് പഠിക്കാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം പറയണം. എന്താണത് മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി? മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയമാണെങ്കിൽ അത് പറയണം. അത് പറയാതെ വളഞ്ഞ വഴിയിലൂടെ ജയിക്കാമെന്ന്, തുടർച്ച ഉറപ്പാക്കാമെന്ന് മോഹിക്കുമ്പോൾ കിട്ടുന്ന വലിയ തിരിച്ചടിയാണ് രാഷ്ട്രീയ ബോധ്യമുള്ള ജനത നൽകുന്ന ഒന്ന്. 2, ജനങ്ങൾക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. ഈ നടത്തിയിട്ടുള്ള ഈ പരിശ്രമങ്ങളുടെ വലിയ ഒരു പരിണിത ഫലം, ഒരു കുഴപ്പം തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അത് പഠിക്കാനുണ്ട്. ഈ വിതയ്ക്കുന്നതൊക്കെയും കൊയ്യുന്നത് വേറെ ആളുകളായിരിക്കുമെന്ന് എത്രയോ കാലമായി ആരെല്ലാം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എളുപ്പമാണ് എന്ന് വിചാരിച്ചു. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ കൂടി ചേരുന്നു. നിതിൻ, കോർപ്പറേഷൻ ഭരണം UDF ഉറപ്പിച്ചോ? കൊച്ചി കോർപ്പറേഷൻ ഭരണം UDF ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. UDF-ന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ UDF പ്രതീക്ഷ അപ്പുറത്തേക്കുള്ള ഒരു വിജയം UDF-ന് കൊച്ചി കോർപ്പറേഷൻ ലഭിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നാണ്. LDF-ഉം UDF-ഉം എന്താണോ ഭയന്നത് അത് തന്നെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ സംഭവിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുന്നു. 53 സീറ്റുകളിൽ 21 സീറ്റുകളാണ് NDA നേടിയിട്ടുള്ളത്. തൊട്ടു മുന്നിൽ ഒരു സീറ്റ് മാത്രം പുറകിൽ LDF ഉണ്ട്. 20 സീറ്റുകളാണ്. 12 സീറ്റുകൾ മാത്രമാണ് ഇവിടെ UDF-ന് നേടാനായിട്ടുള്ളത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി NDA മാറുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളായിരുന്നു NDAക്ക് ഉണ്ടായിരുന്നത്. 23 സീറ്റുകൾ LDF-നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 17 നിന്നും 21 എന്നൊരു കണക്കിലേക്ക് NDA എത്തുന്നു. NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു. ഇവിടെ NDAയുടെ വലിയ തോതിലുള്ള വിജയാഹ്ലാദവും എല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഏതാണ്ട് ഭരണത്തിലേക്ക് അടുക്കുമ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ, ഈ എറണാകുളം ജില്ലയിൽ നഗരസഭയിൽ ആദ്യമായാണ്, ഏതെങ്കിലും ഒരു നഗരസഭയിൽ ആദ്യമായാണ് NDA ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അത് തൃപ്പൂണിത്തുറ നഗരസഭയിൽ 2010-ൽ 10 സീറ്റായിരുന്നു. 2015-ൽ 15 സീറ്റുകളിലേക്ക് എത്തുന്നു. കഴിഞ്ഞ തവണ 17 സീറ്റാകുന്നു. ഇത്തവണ അത് 21 സീറ്റുകളായി ഉയർത്തിക്കൊണ്ട് ഒരു തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഒന്നാമതേക്ക്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ NDAക്ക് കഴിയുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ശരി, എന്തായാലും ഗ്രാമപഞ്ചായത്തിൽ 400 കടന്നിരിക്കുന്നു.